ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 31 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് കറണ്ട് അഫെയർസും അതുപോലെ ഇന്നത്തെ എക്സാമിൻ്റെ ടോപ്പിക്ക് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഡേ ടൈം ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈവനിങ് ആയപ്പോൾ ഇന്നത്തെ തൊഴിൽ വീഥി എടുത്തിട്ട് അതിലെ ന്യൂസൊക്കെ ഒന്ന് വായിച്ചു. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം, തൊഴിൽ വീഥി വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അത് ഒന്ന് കംപ്ലീറ്റ് നോക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കറണ്ട് അഫെയർസ് നോക്കി. നമ്മുടെ തൊഴിൽ വീഥിയിൽ വരുന്ന കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നോട്ടാണ് കേട്ടോ വരുന്നത്. ഞാനത് വായിച്ച ശേഷം അത് കീറിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്, പിന്നെ എനിക്ക് റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ കറണ്ട് അഫെയർസ് എല്ലാം നന്നായിട്ട് പഠിച്ചു. എന്നിട്ട് ആവശ്യമുള്ളത് സ്റ്റിക്കി നോട്ടിൽ, ആവശ്യമുള്ളതല്ല, എനിക്ക് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ പാടുള്ള സ്ഥലങ്ങൾ സ്റ്റിക്കി നോട്ടിൽ എഴുതി ചുമരിലൊക്കെ ഒട്ടിച്ചും വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നും ചെയ്യുന്ന പരിപാടി, എന്ത് വന്നാലും നിർത്താത്തൊരു പരിപാടി, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അങ്ങനെ ഞാൻ തിരുവനന്തപുരം എൽ ഡിയുടെ 2024 തിരുവനന്തപുരം എൽ ഡിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. എനിക്കറിയാം ഉറപ്പാണെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, എനിക്ക് പഠിക്കുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് ഒരു കറക്റ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. അതുപോലെ എൻ്റെ ഒരു സാറും പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കുറച്ച് വായിച്ചു. കുറച്ചേ ഞാൻ വായിക്കത്തുള്ളൂ, ഒരുമിച്ച് എല്ലാം കൂടി വായിച്ച് എൻ്റെ തലയിൽ നിൽക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.